ആഹാ, നീ എത്തിയായിരുന്നോ? നിനക്കെന്താ, നല്ല സുഖമില്ലേ? ഒരു തലവേദന. ചായ മറ്റു വേണോ? ഞാൻ കൊണ്ടുവരാം. ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. കണ്ണേറാ, നിന്റെ തള്ളത്തെ ഞാൻ മന്ത്രം ചെയ്ത് മാറ്റിത്തരാം. ओम काली कलकत्ता काली तेरी वजन कभी नहीं हो सकती काली। ओम ह्रीम ह्रीम मंदिर मंदिर। അമ്മേ, അമ്മണിക്ക് ദക്ഷിണ കൊടുത്തേക്കൂ. തളർച്ച മാറിയില്ലേ അമ്മണി? ഇതൊക്കെ ഒരു വിശ്വാസം. ഗോയിനോട്ടി ചില്ലറക്കാരനല്ല. ഭസ്മം വരുത്തുന്ന മന്ത്രം എന്നെയും പഠിപ്പിച്ചു തരൂ. അമ്മണി, അതൊക്കെ ഒരു കയ്യടമാണ്. ഇന്ദ്രജാലം മഹേന്ദ്രജാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഗോയിനോട്ടിക്ക് ഇന്ദ്രജാല വിദ്യയൊക്കെ അറിയോ? അത്ഭുതമാണല്ലോ. അമ്മണി, ഞാനൊരു കാര്യം പറഞ്ഞ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അമ്മണിയെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ടെന്ന് സംസാരിക്കും. നാളെ ഞാൻ വീട്ടിൽ വരാം. കൊച്ചു കള്ള. അമ്മ നട്ടപാതിര തട്ടകം ഞെട്ടുന്നൊരട്ടഹാസ്. തിരുമേനിക്ക് ഒരു കുലുക്കവും ഇല്ല. മഹാമന്ത്രവാദിയല്ലേ. മുമ്പിൽ വന്ന് അലറി തുള്ളുന്ന ഉഗ്രമൂർത്തിയെ കണ്ടതും തിരുമേനി ഒന്ന് ചിരിച്ചു. എന്നെ മനസ്സിലായില്ലേ? ഇല്ല എന്ന് തിരുമേനി. ആഹാ, എന്നെ പരീക്ഷിക്കാണോ? എന്റെ ശക്തി കാണിക്കണോ എന്ന് മൂർത്തി. കണ്ടാ കൊള്ളാം എന്ന് തിരുമേനി. കണ്ണടച്ചു തുറക്കും മുമ്പേ രൂപം അങ്ങ് മാനത്തോളം വളർന്നു. കാലുകൾ പാതാളത്തിൽ. സമർത്ഥനല്ലേ തിരുമേനി. ചെറുതായാൽ എത്രത്തോളം ചെറുതാവുമെന്ന് ചോദിച്ചു. കടുകുമണിയോളം എന്ന് ഉത്തരം. അതും കൂടി കാണണം എന്ന് തിരുമേനി. അതാ മുൻപിൽ കടുകുമണിയോളം വലുപ്പത്തിൽ. ഉടനെ പിടിച്ചു കുടക്കാൽ ദ്വാരത്തിൽ അടപ്പിട്ടടച്ചു തിരുമേനി. ദൈവങ്ങളായാലും ബന്ധനത്തിൽ അകപ്പെട്ടാൽ അകപ്പെട്ടത് തന്നെയല്ലേ. അങ്ങനെ കുടക്കാലിനുള്ളിൽ ബന്ധിച്ചു കൊണ്ടുവന്നു തിരുമേനി കുടിയിരുത്തിയ രക്തചാമുണ്ടി. തിരുമുടി വെച്ചാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അമ്മണി വരാൻ വൈകുവോ? പ്രസവ കാര്യമല്ലേ, പറയാൻ ഒക്കുവോ? എന്നാ ഞാൻ പിന്നെ വരാം. വരിക, എപ്പോഴാന്ന് വെച്ചാ വരിക. പിന്നെ അടിയന് കയ്യാലൊന്നും കൽപ്പിച്ചില്ല. പിന്നെ എന്റെ ഫോട്ടത്തിന്റെ കാര്യം. നേരായോ വന്നിട്ട്? കുറെ നേരായി. ഞാൻ ആ കിഴക്കുമ്പൂരി വരെ ഒന്ന് പോയി കേറി ഇരിക്കി. അമ്മണിയെ, ഞാനിന്ന് ഉച്ചക്ക് ജലപാനം കഴിച്ചിട്ടില്ല. ഒരു ജലപാനം? ഞാൻ ഉടനെ വരാം. അത്ര ഉടനെ വരണ്ട, പതുക്കെ വന്നാ മതി. എന്താ കാര്യം? ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോ. നമ്മുടെ ബാലന്റെ പെങ്ങളില്ലേ, ആ ശാരദ, ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്കാമോ? അപ്പോ സുഹാസിനിയുടെ കാര്യം? എനിക്ക് ശാരദയാ ഇഷ്ടം. എങ്കി പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ലേ? ഇനിയിപ്പോ അമ്മിണി വിചാരിച്ചാൽ അല്പം പ്രയാസ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം.
അമ്മിണി ഈ കാര്യം ശരിപ്പെടുത്തിയ മതി. നാലാള് കണ്ട ഒരു ചേർച്ചയൊക്കെ വേണ്ടേ അമ്മിണി? ഉദ്യോഗവും പണവും മാത്രം നോക്കിയാ മതിയോ? കുറച്ച് ഉയരം കുറവാ. വേറെ എന്താ കോയിനോട്ടിക്ക് ഒരു കുറ്റം? പെണ്ണിന്റെ മനസ്സുകൂടി നോക്കണ്ടേ? നിന്റെ സമ്മതം ചോദിച്ചായിരുന്നോടി നിന്റെ അച്ഛനും അമ്മയും നിന്നെ മംഗലം കഴിച്ചയച്ചത്? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി? എന്നും പറഞ്ഞിരുന്നോ? തുക്കടി സാഹിബ് എഴുതുന്നെന്റെ മോക്ക്. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ വിവരം അറിയണം. വേറെ ആലോചന പലതും ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. ഏതായാലും ബാലന്റെ അച്ഛനോട് ഞാനും ചോദിക്കട്ടെ. കേട്ടിട്ട് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി ഒരു തീരുമാനം എടുക്കാൻ. നമ്മൾ നിർബന്ധിച്ച് നടത്തിയിട്ട് ഭാവിയിൽ അവൾക്ക് ദോഷം വരരുത്. അത് തന്നെയാ ഞാനും അമ്മണിയോട് പറഞ്ഞത്. നീ ശാരദയുടെ അടുത്ത് പറഞ്ഞോ? ഇല്ല. അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്ക്, എങ്കിൽ നമുക്ക് ആലോചിക്കാം. ആളുകൾ കണ്ടാ ചിരിക്കില്ലേ അമ്മേ? ഞാൻ അയാളുടെ കൂടെ നടന്നു പോകുമ്പോൾ എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കും. വേണ്ട വേണ്ട അമ്മേ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ? പിന്നെ വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത്? നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കണക്കിന് വലിയൊരു ഭാഗ്യമാ വന്ന് കയറിയിരിക്കുന്നത്. അത് നമ്മളായിട്ട് തട്ടിക്കളയണ്ട. ഇത്രയും ശമ്പളവും നിലയുള്ള ഒരാളെ ഇനി നിനക്ക് കിട്ടില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ ആരുമില്ലേ? ആ ആണ്ടിയോ? ഗോന്നൂട്ടിയേ, ധാരാ വന്നിരിക്കുന്നു നോക്കിയേ. കോയിനോട്ടി ഇവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു പുറത്തെവിടെയാ പോയിരിക്കാം. 2-3 ദിവസമായി കടയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. അവന് നല്ല സുഖമില്ലായിരുന്നു. ആ കുമാരമേതിയെ വിളിച്ചൊന്ന് കാണിക്കായിരുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ പറഞ്ഞുവിടാം. ചെറിയ പനിയും തലവേദനയും ഒക്കെ ആയിരുന്നു, ഇപ്പൊ മാറി. സൂക്ഷിക്കണം കേട്ടോ. പട്ടണങ്ങളിലെ പോലെ അല്ല ഇവിടത്തെ കാലാവസ്ഥ, വളരെ മോശമാ. കോയിനൊട്ടിക്ക് അവധി എന്നുവരെയുണ്ട്? ഇനി 1 മാസത്തിന് മേലെയുണ്ട്. അപ്പൊ ധാരാളം സമയമുണ്ട്. നാണിയമ്മേ, അമ്മണി പറഞ്ഞ കാര്യം ആലോചിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. കോയിനൊട്ടിയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഞാനുമായി അടുത്ത പരിചയക്കാരായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സുഹാസിനെ ഇവൻ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനിയിപ്പോ താമസിപ്പിക്കുന്നത്? നീ എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമുള്ളവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കാൻ. ആണ്ടി തന്നെ എല്ലാം ആലോചിച്ചങ്ങ് തീരുമാനിച്ചാ മതി. ഞാൻ ആ കണാരം പണിക്കരെ കണ്ട് നല്ല മുഹൂർത്തം എന്താണെന്നൊന്ന് അന്വേഷിക്കട്ടെ. അതറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നീങ്ങാമല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വന്നിട്ട് ഇത്തിരി കാപ്പി പോലും തന്നില്ല. ഞാനതങ്ങ് മറന്നു. കാപ്പി കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്നാ പിന്നെ പറഞ്ഞ പോലെ.